ആഴ്ചയിലെ ആദ്യത്തെ ചലഞ്ചിങ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പവർ ഉണ്ടാക്കുക എന്നുള്ളത്, ഒരു പവർ അടക്കി വെച്ചുകൊണ്ട് 7 ഏറ്റവും വലുത് അടിയിൽ, പിന്നെ അതിന്റെ ചെറുത് അങ്ങനെ 7 അടക്കി വെക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തത്. അതിൽ 7 ഇങ്ങനെ അടക്കി ഏറ്റവും ബസറടിക്കുന്നതിന് മുമ്പ് കറക്റ്റ് പൊസിഷനിൽ വെക്കുന്ന ടീമായിരിക്കും വിജയിക്കുക എന്നാണ് പറഞ്ഞത്. ഓരോ ടീമിൽ നിന്നും 3 മെമ്പേഴ്സിന് ആണ് പങ്കെടുക്കാനായിട്ട് അവസരം നൽകിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. ടവറുകൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ആ ടവറുകൾ, മറ്റുള്ളവരുണ്ടാക്കിയ ടവറുകൾ തട്ടിക്കളയണം. അങ്ങനെയുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ കൂടുതൽ മെമ്പേഴ്സിനുള്ള ടീമിനെ കൂടുതൽ ശക്തി കൂടും എന്നുള്ളത് കൊണ്ട് ഓരോ ടീമിലും 3 മെമ്പേഴ്സ് വീതമാണ് ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രീധുവിനെ അവിടെ ജിൻഡോയുടെ ടീമിൽ മത്സരിക്കാനാണ് ബിഗ് ബോസ് അനുവാദം കൊടുത്തത്. അങ്ങനെ 3 പേരടങ്ങുന്ന ടീമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്സര, അർജുൻ, റസ്മിൻ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അതുപോലെ തന്നെ അപ്പുറത്ത് ജിൻഡോയും ശ്രീധുവും അൻസിബിയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സായിയും 2 അഭിഷേകുമാരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ 3 ഗ്രൂപ്പുകളാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. ഒരു അടിപൊളി ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിന് തൊട്ട് മുൻപാണ് ബലൂൺ ടാസ്ക് കഴിഞ്ഞത്. ബലൂൺ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അർജുന് നന്നായി പരിക്ക് പറ്റിയിരുന്നു. എന്നിട്ട് പോലും അർജുൻ കാണിച്ചൊരു പെർഫോമൻസ് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം ജിൻഡോനെ തോൽപ്പിക്കാനായിട്ട് ഫിസിക്കൽ ടാസ്കുകളിൽ ആർക്കും കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ജിൻഡോനെ എടുത്തെറിഞ്ഞു കളഞ്ഞു. എടുത്ത് എറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജിൻഡോ തന്നെ പറയുന്നുണ്ട് എന്നെ എടുത്തിട്ട് എറിഞ്ഞു എന്ന്. അങ്ങനെ എറിയുന്നു. അതിപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ ജിൻഡോന് ഒരു ലോക്ക് അങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ലോക്ക്. ജിൻഡോന് ഒരു രക്ഷയില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അവസാനം അഭിഷേകിന്റെ മുടി പിടിച്ച് വലിച്ചിട്ടാണ് അവിടെ എല്ലാവരും കൂടി പറഞ്ഞു എങ്കിൽ വിട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിട്ടത്. അത്രയും സ്റ്റൈലൻ ഒരു ടാസ്ക് ആയിരുന്നു. അർജുന് ഒരു കാലിലാണ് ആ ബലൂൺ ടാസ്കിൽ പരിക്കേറ്റതെങ്കിൽ നെക്സ്റ്റ് കാലിനും തൊലി അടർന്നു പോയിക്കൊണ്ട് നന്നായിട്ട് പരിക്കേറ്റു അവിടെ അർജുനെ. അതിനുശേഷം അപ്സരയുടെ മുട്ടിനെന്തോ കാര്യമായിട്ട് പറ്റിയിരുന്നു. മുട്ട് മാറുക അങ്ങനെ എന്തോ പറ്റി ചിരട്ടയ്ക്ക്. അങ്ങനെ വന്ന സമയത്ത് അപ്സരയ്ക്കും അവിടെ പറ്റാതായി. അപ്പോൾ ജിൻഡോ ഇവിടെ എല്ലാവരുടെയും ടവറുകൾ നശിപ്പിക്കുന്ന ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ ടവറുകൾ പ്രൊട്ടക്ട് ചെയ്യാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ ടവർ, അർജുന്റെ ടീമിന്റെ ടവർ തട്ടിത്തെറിപ്പിച്ച സമയത്ത് ഇവർ അപ്പുറത്തെ ടീമിൽ സായിയുടെ ടീമിന്റെ ടവർ തട്ടിത്തെറിപ്പിച്ചു. അർജുനും റസ്മിനൊക്കെ കൂടി പോയിട്ട് അപ്പോഴേക്കും ജിൻഡോന്റെ ടീമിന്റെ ടവർ പൊട്ടിക്കാൻ നോക്കുമ്പോഴേക്കും എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത് അതിന്റെ ഇടയിൽ അപ്പോഴേക്കും ബസർ അടിച്ചു. അപ്പോഴേക്കും ജിൻഡോന്റെ ടീമിന്റെ ഏകദേശം ടവർ ഓക്കെ ആയിരുന്നു. ഇപ്പുറത്ത് സായിയുടെ ടീമിന്റെ വെച്ചെങ്കിലും അത് തുല്യമായിട്ട് വൃത്തിയിൽ വന്നില്ല എന്നുള്ളതുകൊണ്ട് വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ അർജുന്റെ ടീമിന്റെ ടവർ ഓൾറെഡി തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അവരുടെ ടവർ ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്സരയ്ക്ക് അത്രയും പറ്റാത്തൊരു സിറ്റുവേഷൻ അവിടെ വന്നു. അതുകൊണ്ട് അപ്സരയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും ഒരു അടിപൊളി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടാസ്ക് ആയിരുന്നു, ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അപകടങ്ങൾ ഒരുപാട് പറ്റി. അതിൽ ഏറ്റവും കൂടുതൽ പറ്റിയത് അർജുനും അപ്സരയ്ക്കായിരുന്നു. അപ്സരയ്ക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്സരയ്ക്ക്. പക്ഷേ ഇതിലെ ഏത് ടീം വിജയിച്ചാലും അവരുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയായിരുന്നു. ഇതിലിപ്പോൾ ജിൻഡോന്റെ ടീമിനാണ് 2 പോയിന്റോട് കൂടി വിജയിക്കാനായിട്ട് കഴിഞ്ഞത്. നമുക്കറിയാം ഫിസിക്കൽ ടാസ്ക് ആകുമ്പോൾ ജിൻഡോയ്ക്ക് അത്രയും പവർഫുൾ ആയിട്ട് കളിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ പറ്റിയത് മറ്റു 2 ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ജിൻഡോന്റെ ടീമിനെ ജിൻഡോയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അവിടെയാണ് പെട്ടെന്ന് ബസർ അടിക്കുകയും ചെയ്തു. അതാണ് ജിൻഡോയുടെ ടീമിനെ വിജയിക്കാൻ പറ്റി. അതുപോലെ തന്നെ മറ്റേ ടീമായിട്ടുള്ള സായിയുടെ ടീം ഓൾറെഡി ടവർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ സായിയുടെ ടീമിന്റെ ടവർ ഒന്ന് ഫുൾ കറക്റ്റ് പൊസിഷനിലായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് സെക്കൻഡ് പൊസിഷൻ ലഭിച്ചത്. പക്ഷേ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ടാസ്ക്.